നമസ്കാരം ശ്രീല. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ സംഘടനകളെ വലവീശി പിടിക്കാനുള്ള ബി.ജെ.പിയുടെ ഒരു നെട്ടോട്ടമുണ്ടായിരുന്നു. ആ നെട്ടോട്ടത്തിൽ അവർ മറന്നുപോയതാണോ അതോ അവരടുപ്പിക്കാത്തതാണോ NSS എന്നൊരു സാമുദായിക നേതൃത്വമുണ്ട്. സംഘടനയല്ല, സാമുദായിക നേതൃത്വം. സംഘടനയുടെ മനസ്സിൽ അങ്ങനെ ഒരു ഐറ്റമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിക്കും അതിലേക്ക് വഴിവെച്ച കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ബി.ജെ.പി ഇപ്പോഴും NSSന് അസ്പൃശ്യരായി നിൽക്കുന്നത്? കാരണം പല ഘട്ടങ്ങളായി ഉപരാഷ്ട്രപതി വന്നപ്പോൾ കണ്ടു, സുരേഷ് ഗോപിക്കെതിരെയുള്ള താണ്ഡവം കണ്ടു, പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് പറയാൻ വിഷയമൊന്നും ഇല്ലായിരുന്നു. യഥാർത്ഥത്തിൽ ഈ NSSന്റെ ഒരു ചരിത്രം നോക്കിയാൽ NSS ഈ സുകുമാരൻ നായർ വന്നതിന് ശേഷം, സുകുമാരൻ നായരിലേക്ക് വന്നതിന് ശേഷം പലപ്പോഴും NSS ഈ സമദൂരവും ശരിദൂരവും ഒക്കെ പറയുന്നുണ്ട്. ഈ സമദൂരവും ശരിദൂരവും ഒക്കെ പറയുമ്പോഴും അത് ബി.ജെ.പി അകറ്റി നിർത്താനാണ് ഈ സമദൂരം പറയുന്നതെന്നാണ് എൻ്റെ ഒരു ചിന്താഗതി. ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികളോട് എപ്പോഴും ഒരു മൃദു സമീപനമാണ് NSSും നേതൃത്വം പലപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബി.ജെ.പിയുടെ ചില നേതാക്കന്മാർക്കൊക്കെ NSSലെ ചില നേതാക്കന്മാരുമായൊക്കെ ബന്ധമുണ്ട് എന്നതൊഴിച്ചാൽ, ഇപ്പോൾ ശ്രീധരൻ പിള്ളയ്ക്കും അതുപോലെ തന്നെ ബി രാധാകൃഷ്ണ മേനോനുമൊക്കെ NSSന്റെ നേതൃത്വവുമൊക്കെ കുറച്ച് അടുപ്പമുണ്ട്. പക്ഷേ ആ അടുപ്പമൊന്നും ഒരിക്കലും ഈ ബി.ജെ.പിയോടുള്ളവരുടെ സമീപനത്തിൽ വലിയ മാറ്റമൊന്നും വരുത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ടാണ് ബി.ജെ.പിയെ NSS ഭയക്കുന്നത് എന്ന് ചിന്തിച്ചാൽ അതിൻ്റെ കാരണം കൂടി നമുക്ക് വ്യക്തമാകും. കാരണം കാലാകാലങ്ങളിലായി NSS നേതൃത്വത്തിൽ നടക്കുന്ന പല അഴിമതികളും, ഇപ്പോൾ റീസെൻ്റായി നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഹരികുമാർ കോയിക്കൽ എന്ന് പറയുന്ന ഒരാൾ മരിച്ചു. ഒരു NSSന്റെ സെക്രട്ടറി മരിക്കുന്നു. ഉടൻ തന്നെ നാരായണപ്പണിക്കർ അയാളുടെ മരുമകനെ അവിടേക്ക് ആ സ്ഥാനത്തേക്ക് എത്തിക്കുകയാണ്. ആ ശവസംസ്കാര ചടങ്ങ് പോലും കഴിയുന്നതിന് മുൻപാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതായത് NSSുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ NSSന് ഇടതുപക്ഷത്തോടോ വലതുപക്ഷത്തോടോ ഒരു പ്രശ്നവും ഉള്ളതായിട്ട് നിലവിൽ ഇന്ന് വരെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എന്നാൽ സുരേഷ് ഗോപി ചെല്ലുമ്പോൾ സുരേഷ് ഗോപി അവിടെ കയറ്റാതിരിക്കുക, ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി അവിടേക്ക് വരുമ്പോൾ ഉപരാഷ്ട്രപതിയെ കയറ്റാതിരിക്കുക, അതെ പോലും അനുമതി കൊടുക്കാതിരിക്കുക, ഇതൊക്കെ കാണുമ്പോഴാണ് എന്തുകൊണ്ടാണ് എന്നതിനെക്കുറിച്ച് നമുക്കൊരു ചിന്തയെങ്കിലും വരുന്നത്. ഞാൻ അതിന് മനസ്സിലാക്കുന്നൊരു കാരണം, ഏറ്റവും കൂടുതൽ മായന്മാരുള്ളൊരു രാഷ്ട്രീയ പാർട്ടി ഒരു പക്ഷേ ഇടതുപക്ഷത്തോടൊപ്പം ഉണ്ട്, ഇല്ലെന്നല്ല, പക്ഷേ കൂടുതലുമുള്ളത് ബി.ജെ.പിയിലാണ്. അപ്പോൾ ഈ സാധാരണഗതിയിൽ സംഘപരിവാർ സംഘടനകൾ, ജാതി സംഘടനകൾക്ക് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല. അവർക്ക് ഒരുമിച്ചുള്ള നായാടി മുതൽ നമ്പൂതിരി വരെ ഒരുമിച്ചുള്ള ഒരു ഐക്യം എന്നത് ഹിന്ദു എന്ന ലേബലിലാണ് അവർ RSSും സംഘപരിവാർ സംഘടനകളും ഒക്കെ. അതെ, അതെ, നമ്പൂതിരി വരെ എന്നുള്ളത് ഒരു ഐക്യം രൂപപ്പെടേണ്ടത് ഹിന്ദുക്കൾക്കിടയിലാണ് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ജാതി വിഭാഗത്തിൻ്റെയും മേലധ്യക്ഷന്മാരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജാതിയുമായി ബന്ധപ്പെട്ട ആൾക്കാരെ അങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാൻ സംഘപരിവാർ ശ്രമിക്കുന്നില്ല. പക്ഷെ പുറത്ത് സംഘപരിവാറിനെ കുറിച്ചുള്ള ചിന്തകൾ അങ്ങനെയാണ് താനും. ഇപ്പോൾ പലരും പറയും സവർണ വർഗീയ, ഈ അടുത്ത കാലം വരെ നമ്മൾ കേട്ടിരുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ സവർണറുടെ പാർട്ടിയാണ് ബി.ജെ.പി എന്നുള്ളതാണ്. ഒരുപക്ഷെ ഓരോ ആൾക്കാരെയും എടുത്ത് നോക്കിയാലാണ് നമുക്കതിൻ്റെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാവുക. സവർണ വിഭാഗങ്ങൾക്ക് വലിയ മേധാവിത്വമുള്ള പാർട്ടിയൊന്നുമല്ല ഈ സംഘപരിവാർ സംഘടനകളുമല്ല, ഈ ബി.ജെ.പിയും അങ്ങനെ ഉള്ള ആൾക്കാരല്ല. വെളുത്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഒരുപക്ഷെ സവർണനാണെന്നുള്ള തെറ്റിദ്ധാരണയോ അങ്ങനെ ഒരു നിറത്തിന്റെ വെച്ചിട്ട് സവർണനാണെന്നുള്ള തെറ്റിദ്ധാരണയൊക്കെ ഡ്രസ്സും ഒക്കെ ആ രീതി കൊണ്ടൊക്കെ തോന്നുന്നതെന്ന് ഒഴിച്ചാൽ പലപ്പോഴും അല്ലതാനും. നമുക്കറിയാം, ഇപ്പോൾ ജാതി പറയുന്നില്ല ഞാൻ, കാരണം സംഘപരിവാർ സംഘടനകൾക്ക് ജാതി പറയരുത്, ജാതി എന്നുള്ളത് ഇല്ല. അവർ ഹിന്ദു എന്ന് പറയുന്ന കൾച്ചറൽ ഐഡന്റിറ്റി, നാഷണൽ ഐഡന്റിറ്റി, ആ ഒരു ദേശീയത എന്ന തത്വത്തിൽ ഉയർന്നിക്കൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ജാതി പറയുന്നില്ല. പലപ്പോഴും പലരും അങ്ങനെയല്ല, ഇവർ വിചാരിക്കുന്ന പോലെയുള്ള അല്ലെ സവർണരാണ് എന്നുള്ള ധാരണ വേണ്ട. സവർണരല്ല ഉള്ള ഈ നേതൃത്വത്തിലുള്ള അധികം ആരും തന്നെ. അതിനിടയ്ക്ക് രസകരമായ ഒരു കാര്യം പറഞ്ഞോട്ടെ. കഴിഞ്ഞ ദിവസം CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ ഒരു കമന്റ് കണ്ടു. എന്തുകൊണ്ട് സ്ത്രീകൾക്ക് RSSൽ സ്ഥാനം കൊടുക്കുന്നില്ല എന്ന്. ഇത്രയും വർഷമായിട്ടും, അതെ തീർച്ചയായിട്ടും ഇത്രയും വർഷമായിട്ടും ഒരുപക്ഷെ ഒരു സംഘടനാ നേതൃത്വത്തിലിരിക്കുന്ന ഒരാൾക്കത് അറിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അതിശയം തോന്നും. കാരണം രാഷ്ട്രസേവിക സമിതി എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകൾക്ക് RSSന്റെ ഒരു വിങ്, രാഷ്ട്രസേവിക സമിതി എന്ന് പറഞ്ഞുകൊണ്ട് ഈ RSSന്റെ ശാഖ പോലെ തന്നെ സ്ത്രീകൾക്കുണ്ട്. അതെല്ലാ സ്ഥലങ്ങളിലും ഇല്ല എന്നുള്ളതാണ് വലിയ. ഇപ്പോൾ തൃശ്ശൂർ പണ്ട് മുതലേ ഉണ്ട് രാഷ്ട്രസേവിക സമിതി. തൃശ്ശൂരാണ് ഏറ്റവും കൂടുതൽ പ്രവർത്തനം ഉണ്ടായത്. തൃശ്ശൂർ, കോഴിക്കോടൊക്കെ ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഒക്കെ ആയിട്ടുണ്ട്. പക്ഷെ അത് ഒരറിവില്ലായ്മയാണ് സ്ത്രീകൾക്ക് അങ്ങനെ. പിന്നെ RSSന്റെ
സംഘടനകൾ, നിരവധി സംഘടനകളുണ്ട്. ഈ RSS എന്ന് പറയുന്ന സംഘടന മാത്രമല്ല, സഹോദര സംഘടനകൾ ഇഷ്ടംപോലെ ഉണ്ട്. ABVP പോലും RSSന്റെ ഒരു RSSുമായി ബന്ധപ്പെട്ടുള്ള സംഘടന, BJPയുടെ വിദ്യാർത്ഥി സംഘടനയല്ല. RSSുമായി ബന്ധപ്പെട്ടുള്ള സംഘപരിവാർ സംഘടനയാണ് സത്യത്തിൽ ABVP എന്ന് പറയുന്ന കോളേജുകളിലെ സംഘടന പോലും. രാഷ്ട്രീയ പാർട്ടി എന്ന് പറയാൻ പറ്റില്ല, സംഘടന എന്ന രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ പ്രവർത്തകർ, പല വിശ്വ ഹിന്ദു പരിഷത്ത് അടക്കമുള്ള എല്ലാ RSSന്റെ വിവിധ ക്ഷേത്രങ്ങളിലുള്ള സംഘടനകളിലെല്ലാം സ്ത്രീകളുടെ പ്രാതിനിധ്യമുണ്ട്. അത് ഒരു തെറ്റായ ധാരണയാണ്. ബിനോയ് വിശ്വത്തിന് അങ്ങനെ ഒരു ധാരണയുണ്ടെങ്കിൽ ഇത് വിവരക്കേടാണ്. ബിനോയ് വിശ്വം അത് തിരുത്തേണ്ടതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ എനിക്ക് തോന്നുന്നു NSSുമായി തിരിച്ചു വരികയാണെങ്കിൽ NSSുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ NSS പ്രവർത്തകർ, NSSന്റെ അല്ലെങ്കിൽ നായന്മാരുള്ള പാർട്ടി ഒരുപക്ഷെ BJP ആകും. അപ്പോൾ മാത്രമല്ല RSSന്റെ സംഘടനാ സംവിധാനവും BJPയുടെ സംഘടനാ സംവിധാനവും ഒക്കെ ഈ സുകുമാരൻ നായർക്കറിയാം. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ ഒരുമിച്ച് നിൽക്കാനും ഒരു കാര്യത്തെ അട്ടിമറിക്കണമെന്ന് വിചാരിച്ചാൽ ഒരുപക്ഷെ അത് ചെയ്യാനും അവിടെ ഇച്ഛാശക്തിയോടുകൂടി ഇപ്പോൾ സുകുമാരൻ നായരെ അവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നായന്മാരായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരാൾക്ക് അതിനുള്ള ഒരു ധൈര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ നായന്മാരെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ അവിടെ BJP അങ്ങോട്ട് അടുപ്പിക്കരുത് എന്ന് ചിന്തിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇടം കൊടുത്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്ന ഭയമാകും ഒരുപക്ഷെ. അല്ലെങ്കിൽ ഇത്രയധികം വൈരാഗ്യം ഈ സുകുമാരൻ നായർക്ക് തോന്നേണ്ട ഒരു വൈരാഗ്യം പറഞ്ഞപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ രൂക്ഷമായ ഭാഷ, വളരെ മോശമായ ഭാഷ. ഉപരാഷ്ട്രപതിക്ക് ഹെലികോപ്റ്റർ ഇറങ്ങാൻ അനുമതി കൊടുത്തില്ല എന്ന് മാത്രമല്ല മന്നസമാധിയിൽ പുഷ്പാർച്ചന അനുമതിയും കൊടുത്തില്ല. മന്നസമാധി കുടുംബ പിന്നെ ട്രസ്റ്റ് പോലെ അല്ലെങ്കിൽ അയാളുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന ആ ഒരു കാര്യം പോലെയാണ് ഈ മന്നസമാധിയെ സത്യത്തിൽ ഈ സുകുമാരൻ നായർ വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നും. സുകുമാരൻ നായരുടെ കുടുംബത്തിനല്ലാതെ NSSനെ കൊണ്ട് സത്യത്തിൽ നായന്മാർക്ക് ആർക്കെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല പ്രയോജനമുണ്ടെന്ന്. സുകുമാരൻ നായരുടെ ബന്ധുക്കൾക്കും സുകുമാരൻ നായരുടെ വീട്ടുകാർക്കും മാത്രമാണ് ഇതിനെ കൊണ്ടുള്ള പ്രയോജനം, NSSനെ കൊണ്ടുള്ള പ്രയോജനം. കോയിക്കൽ ഹരികുമാറിന്റെ അദ്ദേഹത്തിന്റെ ചരമ വാർത്തയിലുണ്ട്. കുടുംബത്തിലെ എല്ലാവരും മക്കളും എല്ലാം NSSലെ ജീവനക്കാരാണ്. അതുപോലെ തന്നെ നമ്മുടെ സുകുമാരൻ നായരുടെ ജ്യേഷ്ഠന്റെ എല്ലാ ആൾക്കാരും, സുകുമാരൻ നായരുടെ ഫാമിലി ഫുള്ളും, മകളും ഫാമിലി, ചേട്ടനനിയന്മാരുടെ ഫാമിലി, എല്ലാ ആൾക്കാരോട് NSSൽ സ്റ്റാഫാണെന്നുള്ളതാണ്. ഇപ്പം ഞാൻ പറയാം, ഞാനൊരു നായരാണ്, പക്ഷെ ഞാൻ ജീവിതത്തിൽ ഇന്ന് വരെ NSSന്റെ ഒരു ആനുകൂല്യവും പറ്റി വിദ്യാഭ്യാസ രംഗത്തോ അല്ലെങ്കിൽ എവിടെയോ പോയിട്ടില്ല. കാരണം ഞാൻ മെറിറ്റ് പഠിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് NSSനെ പോയി താങ്ങി നിന്ന് ഒരു അഡ്മിഷൻ വാങ്ങിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. പക്ഷെ ആവശ്യമുള്ള ഇപ്പോൾ എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞപ്പോൾ ശ്രീലേഖ തന്നെ പറഞ്ഞിരുന്നു, അന്ന് അധ്യാപികയാവാനുള്ള യോഗ്യതയുള്ള ശ്രീലേഖയെ അന്ന് ഒരുപക്ഷെ അന്ന് അവിടെ പോസ്റ്റ് ചെയ്യാതിരുന്നതിൻ്റെ കാരണം ക്യാപിറ്റേഷൻ ഫീ ചോദിച്ചു എന്നുള്ളത് അവർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന നായന്മാർക്കൊരു ഗുണവുമില്ലാത്ത ഒരു സംഘടനയായി, ഒരു മതസംഘടന മാത്രമായി NSS മാറുന്നു. സുകുമാരൻ നായർ, ഞാൻ നേരത്തെ പറഞ്ഞ സുരേഷ് ഗോപിക്കെതിരെ, നമ്മുടെ ഉപരാഷ്ട്രപതിക്കെതിരെ അടക്കമുള്ള BJP നേതാക്കൾക്കെതിരെ എല്ലാം വാഴുകയും VD സതീശനെ തിണ്ണനിറങ്ങി എന്നൊരു വിളിച്ചു. പക്ഷേ പിണറായി വിജയനെ കണ്ടപ്പോൾ മുട്ടടിക്കും. അതെ, പിണറായി വിജയനെ കൂട്ടിക്കൊണ്ടാണല്ലോ. അതാ ഭയങ്കര. അതായത് പിണറായി വിജയനോടുള്ള താല്പര്യം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരുപാട് അഴിമതികളിൽ പെട്ടിട്ടുള്ള ഒരാളാണ്. ഈ അന്വേഷണമൊക്കെ വന്നാൽ കുടുങ്ങാനുള്ള സാധ്യതയുണ്ട്. കാരണം മരുമകൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട വലിയ പ്രതിസന്ധി നടക്കുന്നുണ്ട്. ധനലക്ഷ്മി ബാങ്കിലെ അക്കൗണ്ടുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ധനലക്ഷ്മി ബാങ്കിൽ മുഴുവൻ അക്കൗണ്ട് കൊടുത്ത് മരുമകന് ജോലി വാങ്ങിച്ചു. മരുമകൻ്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം വ്യാജമാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഈ വിവരങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ യഥാർത്ഥത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള, എനിക്കറിയില്ല എന്താണെന്ന് ഈ സുകുമാരൻ നായർ ഈ പിണറായി വിജയൻ്റെ കാണുമ്പോൾ മുട്ടിടിക്കുകയും മുട്ടിലിടുകയും ചെയ്യുന്ന പിണറായി വിജയൻ്റെ മുന്നിൽ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ശരിദൂരവും സമദൂരവും ഒക്കെ പറയുന്നുണ്ടെങ്കിലും എന്നും ഇടതുപക്ഷത്തേക്കും വലതുപക്ഷത്തേക്കും ഒക്കെ സൗകര്യം പോലെ ചാഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ ഇപ്രാവശ്യം NSSന് യാതൊരു പ്രസക്തി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ ഇവിടെ മതമേലധ്യക്ഷന്മാരും പള്ളിയിലച്ചന്മാരും ഉറഞ്ഞുതുള്ളുകയായിരുന്നു ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ. എല്ലാ ആൾക്കാരും SDPIക്കുള്ള പ്രാധാന്യം പോലും ഒരുപക്ഷെ NSSന് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ്. അതിൻ്റെ കാരണം തീർച്ചയായും ഈ സുകുമാരൻ നായർ തന്നെയാണ്. സുകുമാരൻ നായരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഗൗനിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുള്ളത്. പക്ഷേ വളരെ കൃത്യമായൊരു സന്ദേശം അടുത്ത കാലത്ത് നരേന്ദ്രമോദി നൽകുകയും ചെയ്തു. NSSന്റെ ആസ്ഥാനത്തിന് മുമ്പിൽ നിന്ന്, അവിടെ നിന്ന് തുടങ്ങിയ ആ റാലിയിൽ പോലും NSSനെ തിരിഞ്ഞു നോക്കാനോ പരാമർശിക്കുകയോ പോലും ചെയ്യാതെ ഒരു വലിയ സന്ദേശമാണ് അദ്ദേഹം നൽകിയത്. കാരണം ഒരു ജാതി സംഘടനകൾക്കും കീഴ്പ്പെടില്ല എന്ന ഒരു വളരെ പ്രധാനമന്ത്രിയാണെന്ന് ഓർക്കണം. രാഷ്ട്രപതി അവിടെ എത്തിയപ്പോൾ അവരെ രാഷ്ട്രപതിയെ വരണ്ട എന്ന് പറഞ്ഞെങ്കിൽ, അല്ലെങ്കിൽ അവിടേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിലക്ക് ഏർപ്പെടുത്തിയെങ്കിൽ തീർച്ചയായിട്ടും
അതിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ്. ഈ മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തണമെങ്കിൽ സുകുമാരൻ നായരെ പോയി കണ്ട് സുകുമാരൻ നായരുടെ ഗുഡ് ബുക്കിൽ ഇടം നേടിയെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എങ്കിൽ അങ്ങനെ ഒരു പരിപാടിക്ക് പോകരുത് എന്നാണ് ഞാൻ പറയുന്നത്. NSSന്റെ തിണ്ണനിറങ്ങാൻ ഒരു കാരണവശാലും BJP തയ്യാറാകരുത്. കാരണം സമദൂരവും ശരിദൂരവുമുള്ള കാലത്തും NSSലെ ഏതെങ്കിലുമൊക്കെ നായന്മാർ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് NSSന്റെ ആൾക്കാരോ അവരുടെ നേതൃത്വമോ പറയുന്നത് കൊണ്ടല്ല എന്ന് BJPക്ക് അറിയാം. BJPക്ക് കിട്ടുന്ന വോട്ടുകൾ ഇനി ഏത് സുകുമാരൻ നായർ പറഞ്ഞാലും BJPക്ക് വോട്ട് കിട്ടാനുള്ള വോട്ടുകൾ BJPക്ക് കിട്ടും. അതാണ് തോന്നുന്നു ഇത്തവണ മനസാക്ഷി വോട്ട് എന്നൊരു പദം ഉപയോഗിച്ചില്ല. അല്ലെങ്കിൽ അതാണ് മനസാക്ഷി വോട്ടൊക്കെ BJPക്ക് കിട്ടുന്ന വോട്ട് ചെയ്യാന്നാണ് പറയുന്നത്. ഇപ്രാവശ്യം ആരും ചോദിച്ചിട്ടുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്രാവശ്യം ആരും തെരഞ്ഞെടുപ്പ് സമയത്ത് ഇയാളെ പറ്റി കേട്ടിട്ട് പോലുമില്ല. ആരാണ് എവിടെയാണെന്ന് പോലും അറിയാത്ത രീതിയിൽ അത്രയേറെ വിസ്മൃതിയിലേക്ക് മറഞ്ഞു പോയ ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഈ നേരത്തെ പറഞ്ഞതിലും BJPയിലും RSSലും അങ്ങനെ നായന്മാർ അങ്ങനെയില്ല, ഹിന്ദു ഇല്ല, ഇല്ല ഒരിക്കലും ഇല്ല. ഞാൻ സംഘടനയുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 3 വയസ്സ് മുതൽ ഞാൻ ബാലഗോകുലം മുതൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. വളരെ അടുത്ത റീസെന്റ് ഘട്ടത്തിലാണ് ചിലപ്പോഴെങ്കിലും ഈ അടുത്ത കാലത്ത് കുറച്ച് ജാതി കൂടുതലായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പൊതുസമൂഹം. BJPയിലല്ലേ, BJPക്കാർ അറിയാത്ത കാര്യങ്ങൾ പോലും ഇപ്പോൾ കുമ്മനം രാജശേഖരൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി വന്നപ്പോൾ മനോരമ അദ്ദേഹത്തിന്റെ കളർ നോക്കിയിട്ടാണെന്ന് തോന്നുന്നു മനോരമ കൊടുത്ത ആദ്യത്തെ പട്ടികജാതിക്കാരനായ സംസ്ഥാന അധ്യക്ഷനാണ്. മനോരമയുടെ ഓൺലൈനിൽ വന്ന വാർത്തയാണ്. അപ്പോൾ അങ്ങനെ ഇങ്ങനെയുള്ളവരാണ് ഈ ജാതി പറയുന്നത്. ഇപ്പോൾ റിസർവേഷൻ വരുമ്പോഴാണ് പലപ്പോഴും ഇപ്പോൾ തിരുവനന്തപുരത്തെ മേയറായി ആ സമയത്ത് മേയറാവുമ്പോൾ ഡെപ്യൂട്ടി മേയർ ആവുമ്പോഴാണ് പിന്നെ മേയറിൻ്റെ തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് ഡെപ്യൂട്ടി മേയർ ആവുമ്പോഴാണ് ആശ എന്ന് പറയുന്ന ഒരാളെ പറ്റി ആൾക്കാർ അവരുടെ ജാതി വരുന്നത്. അത് സംഘപരിവാർ ഇടങ്ങളിൽ അതൊരു ചർച്ചയല്ല. അങ്ങനെ ഒരു കാര്യം പലരും എന്നോട് ചോദിച്ചു. സംഘപരിവാർ തന്നെയുള്ള പലരും നമ്മൾ മാധ്യമപ്രവർത്തകരാണ് നമ്മളോട് വിളിച്ച് ചോദിക്കും അങ്ങനെ ആയിരുന്നോ എന്ന് ചോദിക്കും. സത്യത്തിൽ അതൊരു ചർച്ചയല്ല. ഹിന്ദു എന്ന് പറയുന്ന ഒരുമിച്ച് നിൽക്കുന്ന ഹിന്ദു എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റി അല്ലാതെ അവിടെ മറ്റൊന്നും ഒരു ചർച്ചാ വിഷയമാകില്ല സംഘപരിവാർ സംഘടനകൾ. അതുകൊണ്ട് തന്നെയാണ് ഈ NSSലെ ഒന്നും ഒരു തരത്തിലും NSSൽ പോയി ഇപ്പോൾ ക്ഷേത്രങ്ങൾ കൈയടക്കാനുള്ള ഒരു ശ്രമം ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇടതുപക്ഷക്കാരെല്ലാ ക്ഷേത്രങ്ങളിലും കയറിപ്പറ്റണം കാരണം ഹൈന്ദവരുടെ വോട്ടുകൾ പോകുന്നു എന്നുള്ളതുകൊണ്ട് ക്ഷേത്രങ്ങളിലേക്ക് കയറിപ്പറ്റണമെന്ന് ഒരു നിലപാട് ഒരു കാലത്ത് ഇടതുപക്ഷം എടുത്തിരുന്നു. പക്ഷെ അങ്ങനെ പോലും NSSൽ പോകുന്നവരെ സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ളത് ഈ സംഘപരിവാറുകാർ വിലക്കുന്നതാണ് പലപ്പോഴും കണ്ടുള്ളൂ. കാരണം NSSലേക്ക് പോകുന്നതല്ല, NSSന്റെ ഏതെങ്കിലും നേതൃസ്ഥാനങ്ങളിലേക്ക് വരുന്നതോ അവർ സംഘപരിവാറുമായി ആ ബന്ധത്തിലുള്ള ആൾക്കാർ പോയി ഏറ്റെടുക്കുന്നതിനെയൊക്കെ നേതൃപരമായ പദവി ഏറ്റെടുക്കുന്നതിനൊക്കെ പലപ്പോഴും വലിയ കാര്യമായിട്ടൊന്നും കണക്കാക്കാറേ ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ളൊരു മട്ടിലാണ് സംഘം അതിനെ എടുക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഈ NSSന് ആജീവനാന്ത വൈരാഗ്യം RSSനോടും BJPയോടും ഒക്കെ ഉണ്ടാകണമെങ്കിൽ ഈ 3ാമത്തെ ടേമാണ് നരേന്ദ്രമോദി ഭരിക്കുന്നത്. അപ്പോഴും ഇത് മാറിയിട്ടില്ല എങ്കിൽ തീർച്ചയായും അതിൻ്റെ പിന്നിലെ കാരണം താൻ അട്ടിമറിക്കപ്പെട്ടു പോകുമോ എന്ന സുകുമാരൻ നായരുടെ പേടി തന്നെയാണ്. ആ പേടി സുകുമാരൻ നായർക്കുള്ളത് കൊണ്ട് തന്നെയാണ് തീർച്ചയായും സുകുമാരൻ നായർ ഈ NSSനെ കൈപ്പിടിയിൽ ഒതുക്കി വെച്ചുകൊണ്ട് BJPയെ മാത്രം എതിർക്കുന്നതിനുള്ള കാരണമായി മാറുന്നതെന്നാണ് എനിക്ക്. പക്ഷേ രാഷ്ട്രീയത്തിൽ സുകുമാരൻ നായരുടെ ഒരു പഴയൊരു ഒരു പ്രസക്തി ഒന്നുമില്ല. അതായത് ആരും അങ്ങോട്ട് പോവുകയോ സംസാരിക്കുകയോ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയമായിട്ടേ ഇല്ലല്ലോ. NSSന്റെ പിന്തുണ ആർക്കാണെന്നുള്ള ഒരു വിഷയം ചർച്ചയായോ? ആയിട്ടില്ല. അതാണ് ഇപ്രാവശ്യം ആകെ ചർച്ചയായത്. എനിക്കൊന്ന് ഹിന്ദുക്കളുടെ മൊത്തത്തിലെ പ്രസക്തി നഷ്ടപ്പെട്ടു. വെള്ളാപ്പള്ളി നടേശന്റെ കാര്യത്തിലും അതുണ്ടായില്ല. ആകെയുള്ളത് ഒരു ചർച്ചാ വിഷയമായത് ഇവിടുത്തെ മതമേലധ്യക്ഷന്മാരാണ്. FCRA ഒക്കെ വന്നപ്പോഴത്തേക്ക് അങ്ങ് സ്വന്തം വിരാട് രൂപം പൂണ്ടു പള്ളിയിലച്ചന്മാരും എല്ലാം കൂടെ ഇറങ്ങി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് തന്നെയാണ് അവരുടെ വോട്ട് ബാങ്കിന്റെ ശക്തി. ആ വോട്ട് ബാങ്കിലാണ് ഒരുമിച്ച് കിട്ടുന്ന സംഘടിതമായ വോട്ട് ബാങ്കിലാണ് പലപ്പോഴും കേരളത്തിലെ രാഷ്ട്രീയം തന്നെ മുന്നോട്ട് നീങ്ങുന്നത്. എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും BJP ഒഴികെയുള്ള എല്ലാവരെയും ഭീഷണിപ്പെടുത്തുന്ന കാര്യമായി നിൽക്കുന്നതും ഈ സംഘടിത വോട്ട് ബാങ്ക്, ക്രിസ്ത്യൻ മുസ്ലിം സംഘടിത വോട്ട് ബാങ്കാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ സംഘടിതരാകാൻ ഹിന്ദുക്കൾക്കോ മറ്റ് മതസ്ഥർക്കോ സാധിക്കാത്തിടത്തോളം കാലം ഒരു പ്രസക്തിയും രാഷ്ട്രീയത്തിൽ ഇല്ലാതെ വരിക സ്വാഭാവികമാണ്. അങ്ങനെയാണ് ഇപ്പോൾ NSSന് സംഭവിച്ചിട്ടുള്ളത്. സുകുമാരൻ നായർ വെറും റബ്ബർ സ്റ്റാമ്പ് മാത്രമായി NSSൽ ഒരു റബ്ബർ സ്റ്റാമ്പായിരിക്കുന്നു. ഇങ്ങനെ അവിടുത്തെ സ്വത്തുമൊക്കെ പരിപാലനം ചെയ്ത് മക്കൾക്കൊക്കെ ജോലിയും കൊച്ചുമക്കളൊക്കെ ഉണ്ടാവും. അടുത്ത കൊച്ചുമക്കളെ കൂടെ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട് വേണം സുകുമാരൻ നായർക്ക് ഇനി ഒന്ന് ജീവിതത്തിൻ്റെ അന്ത്യഘട്ടം ഏതാണ്ടൊരു പ്രായമായല്ലോ. അപ്പോൾ അപ്പോഴത്തേക്ക് കൊച്ചുമക്കളുടെ മക്കളെയും ഒക്കെ പോസ്റ്റ് ചെയ്യും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ചുള്ള അജണ്ടകളൊന്നും അദ്ദേഹത്തിന് ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.